സാഹിത്യ നിരൂപകൻ കെ സി നാരായണൻ ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് എം ടിയെ ഓർമ്മിക്കുന്നത്? ഞാൻ എം ടിയുടെ ഒപ്പം എന്ന് പറയാൻ പാടില്ല, എം ടിയുടെ കീഴിൽ മാതൃഭൂമിയിൽ പത്രപ്രവർത്തന കാലത്ത് അദ്ദേഹം ജോലി ചെയ്തിട്ട്. അപ്പോൾ അദ്ദേഹം ജോലി കൃത്യമായിട്ട് ഒരു നിർദ്ദേശങ്ങൾ നൽകുക അങ്ങനെയല്ല, ജനറലായിട്ട് ഒരു നിർദ്ദേശം നൽകും. പിന്നെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം ഒരിക്കലും പിന്നെ ഇടപഴകില്ല. അങ്ങനെ ഒരു പൊതുവായുള്ള മാർഗദർശന രീതിയാണ് അദ്ദേഹം എവിടെയും അദ്ദേഹം അവലംബിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം അത് ഞാൻ ഈ മാതൃഭൂമിക്ക് കാർഷിക സപ്ലിമെൻ്റ് എന്നൊരു ഒരു പതിപ്പുണ്ട്. എല്ലാ കൊല്ലമാണ് തിരക്കുക. അപ്പോൾ അദ്ദേഹം അന്ന് ഞാൻ ഒരു ഡിസ്കഷൻ ചെയ്യുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പദ്ധതികളുടെ ഈ കണക്കും അതൊക്കെ വളരെ വിരസമാണ്. നമുക്ക് ആ പദ്ധതികളുടെ വിവരണങ്ങളല്ല വേണ്ട, അതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് കിട്ടി എന്നാണ് അറിയേണ്ടത്. അപ്പോൾ റിസീവിങ് എൻഡിൽ നിന്ന് എപ്പോഴും പോവുക. നമ്മൾ എന്ത് പദ്ധതി എന്ത് സാധനങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ട് ചെയ്യുന്ന ഭാഗത്തു നിന്നാവണം, ഇത് റിസീവ് ചെയ്യുന്ന ഗുണഭോക്താക്കളുടെ ഭാഗത്തു നിന്നാവണം. ഇതൊരു വലിയ ഒരു അണുനിലയം വരുന്നു, അത് അണുനല്ല ആവണ്ട്. അത് നേരെ മറിച്ച് അതിന്റെ ഗുണമോ ദോഷമോ അനുഭവിക്കുന്ന പ്രയോജനമുണ്ട്. ഇത് ജേർണലിസത്തിലെ അദ്ദേഹം സാഹിത്യ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ളൂ. പക്ഷേ ജേർണലിസത്തിന്റെ പൊതുവിലുള്ളൊരു പാഠം അദ്ദേഹം എനിക്ക് നൽകിയിട്ടുണ്ട്, അഥവാ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിങ്ങനെ എനിക്കൊരു ജേർണലിസത്തിൽ ഒരു ഗുരുസ്ഥാനം കൂടി ഞാൻ അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സാഹിത്യം ചെറുകഥയിൽ ലോക മത്സരത്തിൽ സമ്മാനം നേടിയിട്ടാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞ് ഒരു 2 കൊല്ലം കഴിയുമ്പോഴേക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുക. അത് കഴിഞ്ഞൊരു 5 കൊല്ലം കഴിയുമ്പോഴേക്ക് അദ്ദേഹം തിരക്കഥാരംഗത്ത് പ്രവേശിക്കുക. അത് കഴിഞ്ഞൊരു 5 കൊല്ലം കഴിയുമ്പോഴേക്ക് പ്രസിഡന്റിന്റെ നിർമ്മാല്യം എന്നുള്ള സിനിമയ്ക്ക്. ഇങ്ങനെ പത്രപ്രവർത്തനം, സാഹിത്യം, സിനിമ ഈ 3 തുല്യമായ വൈഭവത്തോടുകൂടി പ്രവർത്തിച്ച് അതെല്ലാം തുല്യമായിട്ടുള്ള ഔന്നത്യം നേടിയ വേറൊരാളില്ല. ഓരോ രംഗത്തും ഔന്നത്യം, അത് വിജയം ഒക്കെ നേടിയ വ്യത്യസ്ത വ്യക്തികളുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരാളിൽ കൂടി ചേർന്ന് ഒരു ഔന്നത്യത്തിന്റെ കൊടുമുടിയായിട്ട് മാറാൻ എം ടിക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. മറ്റൊന്ന്, ഈ പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുമ്പോഴും ആൾക്കൂട്ടത്തിൽ തനിച്ച് നിൽക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതം മാത്രമല്ല, പ്രൈവറ്റായ നമ്മുടെ വികാര ലോകമുണ്ടല്ലോ, അതിനെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഒരു ചേരാതെ വളരെ ഓണസ്റ്റായിട്ട്. ഇത് എഴുത്തുകാരന് വലിയ വെല്ലുവിളിയാണ്. കാരണം ഈ വിഭവമാണ്, ഈ വികാര ലോകമാണ് എഴുത്തായിട്ട് മാറുന്നത്. അതിൽ ആദർശവൽക്കരണം അങ്ങനെ പല ഏർപ്പാടുകളും വരാനും സംഭവിക്കാനും ഇടയുണ്ട്. പക്ഷെ അതൊക്കെ കലർപ്പുകളാണ്. ആ കലർപ്പുകളില്ലാതെ അതേപോലെ സൂക്ഷിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അത് എം ടി സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിജയം. അദ്ദേഹം കപട വൈകാരികത, കപട ആദർശാത്മകത ഇതൊന്നുമില്ല. അത് അദ്ദേഹം ആ എഴുത്തിന് വേണ്ടി ജീവിച്ച മാത്രമല്ല, താൻ എഴുത്തുകാരനാണ് എന്നുള്ളൊരു സ്വത്വാഭിമാനം ഉണ്ടല്ലോ, അത് കഠിനമായിട്ടുണ്ടായിരുന്ന ഒരാൾ. അതാണ് അദ്ദേഹത്തിന്റെ വിശേഷം. എന്തായാലും കെ സി നാരായണൻ അദ്ദേഹം സൂചിപ്പിക്കുന്നത് എം ടി എന്ന മാധ്യമ പ്രവർത്തന രംഗത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് തന്നെ എം ടിയിലെ സാഹിത്യകാരൻ, ഒപ്പം എം ടിയിലെ പൊതുമനുഷ്യൻ എല്ലാം, അതായത് കപടതകളുള്ള ലോകത്തെ വെറുത്ത, കലർപ്പില്ലാത്ത ലോകത്തെ ഇഷ്ടപ്പെട്ടിരുന്ന എം ടിയെ കുറിച്ചാണ് കെ സി ഇപ്പോൾ അദ്ദേഹം ഓർമ്മിക്കുന്നത്. അല്പം മുൻപ് അദ്ദേഹം എം ടിയുടെ ഭൗതികദേഹം കണ്ടു. മടങ്ങുകയാണ്. റിയാസ് KMR കെ സി നാരായണനുമായിട്ടുള്ള അഭിമുഖത്തിലൂടെ എങ്ങനെയാണ് എം ടി വാസുദേവൻ നായരുടെ സാഹിത്യ പത്രപ്രവർത്തന ജീവിതം എഴുത്തുകാരനായ, നിരൂപകനായ, പത്രപ്രവർത്തകൻ കൂടിയായ തന്നെ സ്വാധീനിച്ചത് എന്ന് ശ്രീ കെ സി നാരായണൻ പങ്കുവയ്ക്കുകയായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കെ സി നാരായണൻ എടുത്തു കാണിച്ചിരിക്കുന്ന കാര്യം എം ടി വാസുദേവൻ നായരുടെ സ്വകാര്യ ജീവിതം എന്ന് പറയുന്നത്, വ്യക്തി ജീവിതം എന്ന് പറയുന്നത് അത്രമേൽ കാത്തു സൂക്ഷിച്ചിരുന്നു. തൻ്റെ ഉള്ളിലെ വൈകാരികതയെ അനാവശ്യമായിട്ട് സാമൂഹ്യ സന്ദർഭങ്ങളിൽ പുറത്തേക്ക് വിട്ട് തൻ്റെ ഉള്ളു ശൂന്യമാക്കാൻ എം ടി ശ്രമിച്ചിരുന്നില്ല. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ കരുതൽ ധനം എന്ന് പറയുന്നത് ഉള്ളിലെ തീയാണ്. ഉള്ളിലെ തീ എന്ന് പറയുന്നത് സ്വന്തവും അതേപോലെ തന്നെ സാമൂഹികവുമായിട്ടുള്ള ധർമ്മസങ്കടങ്ങളും വേദനകളും ഒക്കെയാണ്. ആ വേദനകളെ
മറ്റുള്ളവരുമായിട്ട് പങ്കിട്ട് അതിനെ അവസാനിപ്പിച്ച് കളയുകയല്ല, മറിച്ച് അതിനെ ഉള്ളിൽ ഉരുക്കി അതിൽ നിന്ന് വരാനിരിക്കുന്ന എഴുത്തിന് വേണ്ടിയുള്ള ഒരു യജ്ഞമാക്കി അതിനെ മാറ്റുകയാണ് MT ചെയ്തത് എന്ന് ശ്രീ KC നാരായണൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ